നമസ്കാരം, മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടിപ്പുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണണം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പം നിങ്ങളിങ്ങനെ സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് തിന്നർ എടുത്തിട്ട് ഒന്ന് ഒരു കോട്ടണിലോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ അമർത്തി ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അതങ്ങ് പൊയ്ക്കോളും. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഒരു മാർക്കർ പെന്നൊക്കെ വെച്ചിട്ട് വരച്ചിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ, കറക്റ്റായിട്ട്. ഇപ്പം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിന്നെ ഷേപ്പ് ചെയ്തിട്ടൊന്ന് എടുത്താൽ മതിയേ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ 2 ക്യാപ്പുകളാണ് കേട്ടോ. അപ്പം ഞാൻ ബ്ലൂ കളറിലുള്ള 2 ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിനും ബ്ലൂ കളറാണല്ലോ, അതുകൊണ്ടാണേ. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഈ ക്യാപ്പിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ഗൺ ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ബോട്ടിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് നമ്മൾ ഹോൾ ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അപ്പം നമ്മളിത് സ്ട്രൈറ്റ് വയ്ക്കുമ്പോൾ ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് വരുന്ന രീതിക്ക് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 എണ്ണം വേണം, 2 സൈഡിലുമായിട്ട്. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതിയേ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളിത് നേരെ വയ്ക്കുമ്പം ഇത് കണ്ടോ, ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വരണം. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ കറക്റ്റ് ഭാഗം നോക്കി വേണം ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിറച്ച് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുപ്പി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല പുതിയ കുപ്പി എടുക്കുവാണെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി കിട്ടത്തുള്ളൂ. പഴയ കുപ്പി എടുത്ത് കഴിയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഉണ്ടല്ലോ ഈ കുപ്പി മറിഞ്ഞു പോകുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടോ എങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചു മറിച്ചും വെച്ചാലും ഇതിങ്ങനെ കുപ്പി മറിഞ്ഞു പോകുമോ വെള്ളം താഴെ പോകുമോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ചെറിയൊരു ഫിഷ് ടാങ്കാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഒന്ന് പിടിക്കാം. അപ്പോൾ ഇത് അസോളയാണ്. അപ്പോൾ അസോള ഒന്ന് മാറ്റുമ്പോൾ തന്നെ കണ്ടോ മീൻ കുഞ്ഞുങ്ങൾ. അപ്പം ഞാനൊരു 3-4 എണ്ണത്തിനെ ഒന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ, വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബോട്ടിലേക്ക് ഞാൻ കുറച്ച് പായൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലൊരു അക്വേറിയമാണ് ഇവിടെ റെഡിയാക്കുന്നത്, അതും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടേ. അപ്പം ഇതുപോലെ പായലിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 എണ്ണത്തിന് എനിക്ക് കിട്ടിയിരുന്നു. തീരെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കിട്ടിയതിനെ ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള ഒരു അക്വേറിയമാണ് റെഡിയാക്കിയിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട്. അപ്പം ഇതിലും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പം എനിക്ക് കിട്ടിയ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ എന്ന് നോക്കിക്കേ. അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങളും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 2. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സവാളയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഈ സവാള അരിയുമ്പോഴും സവാള പൊളിക്കുമ്പോഴും ഒക്കെ കണ്ണ് നീറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് ഞാൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോ, നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ ഇതുപോലെ സവാള ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് ഒപ്പിയെടുക്കണം കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒത്തിരി ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ട, ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇനി നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു പാത്രം ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സവാളയല്ലേ എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ ഒരു അളവിലാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 50 ഗ്രാമോളം കാണുമായിരിക്കും. അപ്പം ഇനി വെളിച്ചെണ്ണ ഒന്ന് നേരിയ തോതിലൊന്ന് ചൂടായി വരുന്ന ഒരു സമയത്ത്, നല്ലതുപോലെ ചൂടാവരുതേ, നേരിയ തോതിലൊന്ന് ചൂടായി വരുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, തീ കൂട്ടി വെക്കരുത്.
നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ച് എടുക്കാം കേട്ടോ. അപ്പം കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഈ ഉണ്ടാക്കുന്നത് സവാള എണ്ണയാണ് കേട്ടോ, അതായത് ഒനിയൻ ഹെയർ ഓയിൽ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് നമുക്കിതുപോലെ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മുടെ തലമുടിയുടെ വളർച്ചയെ വളരെയധികം വളരെയധികം ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ മുടിയുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ സവാള എണ്ണ. ഈ ഒരു രീതിക്ക് ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇതുപോലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതുപോലൊന്ന് അരിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ആ എണ്ണയെല്ലാം നമുക്കിതുപോലൊന്ന് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ഓയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മുടിക്ക്. ഇതുപോലെ പിഴിഞ്ഞെടുത്ത എണ്ണ നമ്മളൊരു ബോട്ടിലിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 1-2 തവണ ഇത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കുളിക്കുന്നതിന് മുമ്പായിട്ട്. അതിനുശേഷം ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് മുടി കഴുകിയാൽ മതിയാകും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ മുടി വേരുകളെ വളരെയധികം ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മുടിയെ ഒത്തിരി കേടുപാടുകളൊക്കെ വരാതെ കണ്ട് സംരക്ഷിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. താരനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരേ ഒരു സവാള വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വളരെയധികം പ്രയോജനപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3, ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ഉപ്പ് പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ കടുകെണ്ണ, അതായത് മസ്റ്റാർഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതും 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടുകെണ്ണ തന്നെ വേണം, വേറെ ഏതെണ്ണ എടുത്താലും ശരിയാവത്തില്ല. കടുകെണ്ണ തന്നെ എടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാവോ? ഇത് നമ്മുടെ പല്ലിലെ മഞ്ഞക്കറ കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളെയോ പരിചയക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സ് തുറന്നൊന്ന് ചിരിക്കും അല്ലേ? എന്നാൽ പലർക്കും അതിന് കഴിയാറില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലിലെ മഞ്ഞക്കറ കാരണം അത് പലരുടെയും ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുന്ന ഒന്നാണ്. പുഞ്ചിരിക്ക് ആകർഷണീയതയും മുഖത്തിന് സൗന്ദര്യവും നൽകാൻ മനോഹരമായ പല്ലുകൾക്ക് സാധിക്കും. എന്നാൽ എല്ലാവരും പല്ലിലെ കറ കളയാനൊക്കെ ദന്ത ഡോക്ടർമാരെയും അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകളൊക്കെ അടങ്ങിയ മരുന്നുകളും ഒക്കെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ നമുക്കിതുപോലെ പ്രകൃതിദത്തമായ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ രീതിക്കൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മനോഹരമായ പല്ലുകൾ കറയൊക്കെ കളഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുവഴി നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ചിരിക്കാം. ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാനും സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 4, നമ്മളിതുപോലെ മുട്ടയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എടുത്ത് തീർത്തില്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പെട്ടെന്ന് തന്നെ മുട്ട കേടായി പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മുട്ടയിൽ അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ ഇതുപോലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ശരി, നമ്മൾ ചിലരൊക്കെ ആണെങ്കിൽ അരിയിലൊക്കെ ഇങ്ങനെ മുട്ട വെക്കാറുണ്ട്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും മുട്ടയുടെ പുറത്ത് ഇതുപോലെ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ മുട്ട എടുത്ത് വെക്കുകയാണെങ്കിൽ 5 മുതൽ 6 ആഴ്ച വരെ മുട്ട കേടാകാതെ ഇരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.